ഇന്ന് ഒരു അവിശ്വസനീയവും മനസ്സിനെ കുഴയ്ക്കുന്നതുമായ ഒരു വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു ജീവിയല്ല, മറ്റൊരു ഗ്രഹത്തിൽ ജനിച്ച് ഇവിടെ എത്തിച്ചതോ എത്തിപ്പെട്ടതോ ആണ് എന്ന ഒരു പ്രസിദ്ധ സിദ്ധാന്തമുണ്ട്. ആകാശത്തിന്റെ നീലിമയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഈ ആശയം ആദ്യം കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രകഥയുടെ പുസ്തകത്താളുകൾ തുറക്കുന്നതുപോലെ തോന്നാം. പക്ഷേ ഇതിനെ പിന്തുണക്കാൻ മുന്നോട്ടു വയ്ക്കുന്ന വാദങ്ങൾ, സിദ്ധാന്തങ്ങൾ, കണ്ടെത്തലുകൾ എന്നിവ അതിശയിപ്പിക്കുന്നതാണ്. ഒരു ശാസ്ത്രവും ചരിത്രവും ഇഷ്ടപ്പെടുന്നവന്റെ കണ്ണിലൂടെ ഈ അത്ഭുതകരമായ സാധ്യതയിലേക്ക് ഒരു യാത്ര പോകാം. മനുഷ്യന്റെ അസാമാന്യ ബുദ്ധി, വിചിത്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള പരിണാമം, രക്തഗ്രൂപ്പിന്റെ രഹസ്യങ്ങൾ എന്നിവക്കൊപ്പം പുതിയ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ഈ കഥയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നക്ഷത്രപ്പൊടി ചിതറിയ പ്രപഞ്ചത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് മനസ്സ് പറക്കുന്നു. ഈ സിദ്ധാന്തം എന്താണെന്ന് ആദ്യം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഭൂമിയുടെ മണ്ണിൽ സ്വാഭാവികമായി പരിണമിച്ച ഒരു ജീവിയല്ല, മറിച്ച് അനന്തമായ ആകാശത്തിന്റെ മറ്റൊരു മൂലയിൽ ഒരു അന്യഗ്രഹത്തിന്റെ പ്രകാശവും ചൂടും നിറഞ്ഞ ലോകത്ത് ജനിച്ച് പിന്നീട് ഭൂമിയിലേക്ക് എത്തിയതാണ് എന്നാണ് ഈ ഹൈപ്പോതസിസ് വിവരിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് ഒരു പുരാതനവും ബുദ്ധിമാനുമായ അന്യഗ്രഹ സംസ്കാരം മനുഷ്യനെ ഒരു ബഹിരാകാശ പേടകത്തിൽ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഒരു ദുരന്തമോ അപകടമോ മൂലം മനുഷ്യൻ ഇവിടെ എത്തിപ്പെട്ട് പിന്നീട് ഈ ഗ്രഹത്തിൽ അതിജീവനം തുടങ്ങി എന്നാണ്. ആദ്യത്തെ വാദം മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ചാണ്. ഭൂമിയിലെ പച്ചപ്പ് നിറഞ്ഞ കാടുകളിലും നദികളുടെ തീരങ്ങളിലും മറ്റ് ജീവികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ജീവിക്കും ലഭിക്കാത്ത അസാധാരണമായ ബുദ്ധിശക്തിയും കഴിവുകളും എങ്ങനെ മനുഷ്യനു മാത്രം ലഭിച്ചു? കുരങ്ങുകൾ മരങ്ങളിൽ കയറുമ്പോൾ, ഡോൾഫിനുകൾ കടലിൽ നീന്തുമ്പോൾ, എലിഫന്റുകൾ കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിലും മനുഷ്യന്റെ അടുത്തു പോലും എത്തുന്നില്ല. ഈ വൻ വ്യത്യാസം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറ് ഭൂമിയല്ലാതെ മറ്റൊരു ഗ്രഹത്തിന്റെ സൃഷ്ടിയാണോ എന്ന് സംശയമുണരുന്നു. ഇനി മനുഷ്യന്റെ ശരീരത്തിന്റെ വിചിത്രതകളിലേക്ക് ഒരു നോട്ടം പായിക്കാം. സൂര്യാഘാതവും നടുവേദനയും മനുഷ്യനിൽ മാത്രം പ്രകടമായി കാണുന്നത് എന്തുകൊണ്ടാണ്? കാട്ടിൽ തിമിർത്താടുന്ന സിംഹങ്ങൾക്കോ ആകാശത്ത് പറക്കുന്ന പക്ഷികൾക്കോ കടലിൽ മുങ്ങുന്ന മത്സ്യങ്ങൾക്കോ ഇത്തരം പ്രശ്നങ്ങൾ അപൂർവമാണ്. ചിലർ വാദിക്കുന്നത് മനുഷ്യന്റെ യഥാർത്ഥ മാതൃനക്ഷത്രം സൂര്യനല്ല, മറ്റൊരു നക്ഷത്രത്തിന്റെ മങ്ങിയ പ്രകാശത്തിൽ ജനിച്ചവനാണ് മനുഷ്യൻ എന്നാണ്. ഒരുപക്ഷെ മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ സൂര്യപ്രകാശം കുറവായിരിക്കാം, ഗുരുത്വാകർഷണം ഭൂമിയേക്കാൾ മൃദുവായിരിക്കാം. ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലം മനുഷ്യന്റെ നട്ടെല്ലിന് അമിത ഭാരമായി മാറുന്നതാണോ എന്ന് ആലോചിക്കാം. ഒരു ഗ്രഹത്തിൽ ഗുരുത്വാകർഷണം കുറവാണെങ്കിൽ അവിടെ ജീവിച്ച മനുഷ്യന്റെ ശരീരം ഭൂമിയിലെ ഭാരം താങ്ങാൻ പാടുപെടുന്നത് നടുവേദനയായി പ്രതിഫലിക്കാം. സൂര്യാഘാതവും അങ്ങനെ തന്നെ. മനുഷ്യന്റെ മുടി കുറഞ്ഞ ചർമ്മം ഭൂമിയിലെ സൂര്യന്റെ തീവ്രതയെ ചെറുക്കാൻ പര്യാപ്തമല്ലാത്തതിന്റെ തെളിവാണോ എന്ന് ചിന്തിക്കാം. ഈ ശരീരപ്രകൃതി ഭൂമിയല്ലാതെ മറ്റൊരു ലോകത്തിന്റെ അടയാളമാണോ എന്ന് മനസ്സ് ചോദിക്കുന്നു. ഇനി മനുഷ്യന്റെ പരിണാമത്തിന്റെ വഴികളിലേക്ക് ഒരു ആഴമേറിയ സഞ്ചാരം നടത്താം. ആദിമ മനുഷ്യന്റെ ലളിതമായ ജീവിതത്തിൽ നിന്ന്, കല്ല് ഉപയോഗിച്ച് തീ കാച്ചവനിൽ നിന്ന്, ബുദ്ധിമാനായ ആധുനിക മനുഷ്യന്റെ സങ്കീർണമായ ലോകത്തേക്ക് ഉള്ള പരിണാമം വളരെ പെട്ടെന്നാണ് നടന്നത് എന്നാണ് ഈ സിദ്ധാന്തം മനോഹരമായി വിവരിക്കുന്ന ഒരു വാദം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ പുസ്തകത്താളുകൾ തുറന്നാൽ ജീവികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് പതുക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതെന്ന് മനസ്സിലാകും. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ ഉപജീവികളായി മാറി പിന്നീട് കരയിൽ സസ്തനികളായി പരിണമിച്ചത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ്. എന്നാൽ മനുഷ്യന്റെ കഥ വ്യത്യസ്തമാണ്. ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ആദിമ ഹോമോ സാപിയൻസിന്റെ ലോകത്ത് നിന്ന് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ആധുനിക മനുഷ്യനിലേക്ക് എത്തി. ഈ വേഗത മറ്റ് ജീവികളുടെ ദീർഘമായ യാത്രയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അത്ഭുതമാണ്. കുരങ്ങുകൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മരങ്ങളിൽ ജീവിച്ചിട്ടും മനുഷ്യന്റെ ബുദ്ധിയുടെ 100% പോലും നേടിയിട്ടില്ല. ഈ അതിവേഗ പരിണാമത്തിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ വേര് മറ്റൊരു ഗ്രഹത്തിലാണോ എന്ന് മനസ്സ് സംശയിക്കുന്നു. ഇനി മനുഷ്യന്റെ രക്തത്തിന്റെ രഹസ്യത്തിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താം. ലോകത്ത് ഏകദേശം 15% ആളുകൾക്ക് RH- രക്തമാണ് ഉള്ളത്. എന്നാൽ ഈ രക്തഗ്രൂപ്പിന് പരിണാമപരമായ ഒരു ഉത്ഭവവും ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ABO രക്തഗ്രൂപ്പുകൾ മനുഷ്യന്റെ പൂർവികരായ പ്രൈമേറ്റുകളുടെ ശരീരത്തിൽ നിന്ന് പതുക്കെ പരിണമിച്ചതിന്റെ തെളിവുകളുണ്ട്. പക്ഷേ RH- രക്തം ഒരു രഹസ്യമായി നിൽക്കുന്നു. ഈ രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ഒരു ജനിതക അടയാളമാണോ എന്ന് ചിലർ സംശയിക്കുന്നു. RH- അമ്മമാർ RH- കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ ഒരു പ്രതിരോധ പ്രതികരണമുണ്ടാകാം. ഇത് മനുഷ്യന്റെ ശരീരം ഒരു അന്യജനിതക ഘടകവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണോ എന്ന് ആലോചിക്കാം. ഈ രക്തത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു അന്യഗ്രഹത്തിന്റെ നക്ഷത്രപ്പൊടിയിൽ നിന്നാണോ എന്ന് മനസ്സ് സ്വപ്നം കാണുന്നു. ഈ സിദ്ധാന്തത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന ഒരു ആശയം പാൻസ്പെർമിയാണ്. ജീവന്റെ ചെറിയ തുടിപ്പുകൾ ഭൂമിയിൽ സ്വയം ഉണ്ടായതല്ല, മറിച്ച് നക്ഷത്രങ്ങൾക്കിടയിലെ യാത്രയിൽ
ഉൽക്കാശിലകളുടെ പാറക്കഷണങ്ങളിലോ ധൂമകേതുക്കളുടെ തണുത്ത ഹൃദയത്തിലോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയതാണ് എന്ന് ഈ സിദ്ധാന്തം വിവരിക്കുന്നു. 1996 മാർസിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ ALH-8401 എന്ന ഉൽക്കാശിലയിൽ ജൈവ തന്മാത്രകളുടെ സൂക്ഷ്മമായ അംശങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത് ജീവൻ ഒരു ചുവന്ന ഗ്രഹത്തിന്റെ മണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിയതിന്റെ തെളിവായി ചിലർ കാണുന്നു. ഡയറക്റ്റഡ് പാൻസ്പെർമിയ എന്ന മറ്റൊരു ആശയം 1973 ശാസ്ത്രജ്ഞരായ ഫ്രാൻസിസ് ക്രിക്കും ലെസ്ലി ഓർഗലും മുന്നോട്ടുവച്ചത് ഒരു ബുദ്ധിമാനായ അന്യഗ്രഹ സംസ്കാരം ജനിതക വസ്തുക്കൾ ഒരു ബഹിരാകാശ പേടകത്തിൽ ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് സ്വപ്നം കാണുന്നു. ട്രാൻസ്പെർമിയ എന്ന സിദ്ധാന്തം പറയുന്നത് ജീവൻ സൗരയൂഥത്തിനുള്ളിൽ തന്നെ മാർസിന്റെ പോലുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടതാണെന്നാണ്. 1986 മാർസിന്റെ ഉപഗ്രഹമായ ഫോബോസിൽ കണ്ടെത്തിയ ഫോബോസ് മോണോലിത്ത് എന്ന ഒറ്റക്കല്ല് ഘടന അതിന്റെ അസാധാരണ രൂപം കൊണ്ട് ഒരു അന്യഗ്രഹ നിർമ്മിതിയാണോ എന്ന് ശാസ്ത്രലോകത്തെ ചിന്തിപ്പിക്കുന്നു. ഇനി മനുഷ്യന്റെ അന്യഗ്രഹ ഉത്ഭവത്തെ പിന്തുണയ്ക്കുന്ന കൂടുതൽ സിദ്ധാന്തങ്ങളുടെയും കണ്ടെത്തലുകളുടെയും മനോഹരമായ ലോകത്തേക്ക് കടക്കാം. എക്വാട്ടിക് ഏപ്പ് ഹൈപ്പോതസിസ് എന്ന സിദ്ധാന്തം 1960 ആലിസ്റ്റർ ഹാർഡി മുന്നോട്ടുവച്ചത് മനുഷ്യന്റെ പരിണാമം ഒരു ജലാശയത്തിന്റെ തീരത്താണ് നടന്നതെന്ന് ചിത്രീകരിക്കുന്നു. മനുഷ്യന്റെ മുടി കുറഞ്ഞ ചർമ്മം, നീന്താനുള്ള സ്വാഭാവിക കഴിവ്, തൊലിയിലെ കൊഴുപ്പിന്റെ പാളികൾ എന്നിവ ഒരു ജലജീവിയുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഈ ജലാശയം ഭൂമിയിലെ നീലക്കടലിന്റെ തീരമല്ല, മറ്റൊരു ഗ്രഹത്തിന്റെ തണുത്ത തടാകമായിരുന്നോ എന്ന് ചിലർ സ്വപ്നം കാണുന്നു. സ്റ്റോൺഡ് ഏപ്പ് തിയറി 1992 ടെറൻസ് മക്കെന്ന് മുന്നോട്ടുവച്ചത് മനുഷ്യന്റെ ബുദ്ധി പെട്ടെന്ന് വളർന്നത് സൈക്കഡലിക് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമാണെന്ന് വിവരിക്കുന്നു. ഈ പദാർത്ഥങ്ങൾ ഒരു അന്യഗ്രഹ ഉൽക്കയുടെ തീപ്പൊരിയിൽ ഭൂമിയിലേക്ക് എത്തിയതാണോ എന്ന് ചിന്തിക്കാം. സോ ഹൈപ്പോതസിസ് എന്ന സിദ്ധാന്തം 1973 ജോൺ ബോൾ സ്വപ്നം കണ്ടത് ഭൂമി ഒരു അന്യഗ്രഹ മൃഗശാല ആണെന്നും മനുഷ്യനെ ഇവിടെ നിരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും വിവരിക്കുന്നു. 2017 ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഓമുവാമുവ എന്ന നീളമുള്ള ആകാശഗോളം അതിന്റെ അസാധാരണമായ ആകൃതിയും വേഗതയും കൊണ്ട് ഒരു അന്യഗ്രഹ നിരീക്ഷണ ഉപകരണമാണോ എന്ന് ശാസ്ത്രജ്ഞരെ ചിന്തിപ്പിച്ചു. സിമുലേഷൻ ഹൈപ്പോതസിസ് 2003 നിക്ക് ബോസ്ട്രോം മുന്നോട്ടുവച്ചത് നാം ഒരു അന്യഗ്രഹ സൃഷ്ടിയായ ഡിജിറ്റൽ സിമുലേഷന്റെ ഭാഗമാണെന്നും മനുഷ്യന്റെ ഉത്ഭവം ഒരു കോഡിന്റെ ഫലമാണെന്നും സ്വപ്നം കാണുന്നു. ജങ്ക് DNA ഹൈപ്പോതസിസ് മനുഷ്യന്റെ DNA നോൺബോഡിംഗ് ഭാഗങ്ങൾ ഒരു അന്യഗ്രഹ സന്ദേശമാണെന്ന് വിവരിക്കുന്നു. 2021 ഒരു പഠനം ഈ ഭാഗങ്ങളിൽ അസാധാരണമായ ക്രമീകരണങ്ങൾ കണ്ടെത്തി. ഇത് ഒരു ബാഹ്യ ഉറവിടത്തിന്റെ കയ്യൊപ്പാണോ എന്ന് ചോദ്യമുയർത്തി. റെയർ എർത്ത് ഹൈപ്പോതസിസ് പീറ്റർ വാർഡും ഡൊണാൾഡ് ബ്രൗൺലിയും 2000 മുന്നോട്ടുവച്ചത് ഭൂമി പോലുള്ള ജീവന് അനുയോജ്യമായ ഗ്രഹങ്ങൾ അപൂർവമാണെന്നും മനുഷ്യന്റെ ഉത്ഭവം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഇവിടേക്ക് മാറ്റപ്പെട്ടതാണെന്നും സൂചിപ്പിക്കുന്നു. ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് തിയറി 1997 ജുവാൻ മാൾഡസീന മുന്നോട്ടുവച്ചത് പ്രപഞ്ചം ഒരു ഹോളോഗ്രാമാണെന്നും മനുഷ്യന്റെ ഉത്ഭവം ഒരു അന്യഗ്രഹ പ്രൊജക്ഷനാണെന്നും വിവരിക്കുന്നു. ജനിതക ബോട്ടിൽനെക്ക് തിയറി മനുഷ്യന്റെ പരിണാമത്തിൽ ഒരു ചെറിയ ജനസംഖ്യ മാത്രം അതിജീവിച്ചതിന്റെ ഫലമാണെന്ന് പറയുന്നു. എന്നാൽ ഇത് ഒരു അന്യഗ്രഹ കോളനിയുടെ തുടക്കമായിരുന്നോ എന്ന് ചിന്തിക്കാം. കോസ്മിക് എവല്യൂഷൻ ഹൈപ്പോതസിസ് ജീവന്റെ പരിണാമം പ്രപഞ്ചത്തിന്റെ മറ്റൊരു മൂലയിൽ ആരംഭിച്ച് ഭൂമിയിലേക്ക് എത്തിയതാണെന്ന് സ്വപ്നം കാണുന്നു. ഇനി കണ്ടെത്തലുകളുടെ അത്ഭുതലോകത്തേക്ക് കടക്കാം. പുരാതന ആസ്ട്രോനോട്ട് സിദ്ധാന്തം പറയുന്നത് ഈജിപ്ഷ്യൻ പിരമിഡുകൾ, മായൻ ക്ഷേത്രങ്ങൾ, നാസ്ക രേഖകൾ എന്നിവ അന്യഗ്രഹ സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്നാണ്. ദക്ഷിണാഫ്രിക്കയിലെ ക്ലർക്സ്ഡോർപ്പ് സ്ഫിയേഴ്സ് 3 ബില്യൺ വർഷം പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്നവ അവയുടെ കൃത്യയും ലോഹസ്വഭാവവും ഒരു അന്യഗ്രഹ നിർമ്മിതിയാണോ എന്ന് ചോദ്യമുയർത്തുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഒരു അജ്ഞാത ഭാഷയിൽ എഴുതപ്പെട്ടത് ഒരു അന്യഗ്രഹ സന്ദേശമാണോ എന്ന് ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്നു. 2015 കണ്ടെത്തിയ ടാബിയുടെ നക്ഷത്രം അതിന്റെ അസാധാരണമായ പ്രകാശ വ്യതിയാനങ്ങൾ ഒരു അന്യഗ്രഹ മെഗാസ്ട്രക്ചറിന്റെ തെളിവാണോ എന്ന് ചർച്ചയായി. 2024 ഒരു ദൂരെയുള്ള എക്സോപ്ലാനറ്റിൽ ജൈവ സൂചനകൾ കണ്ടെത്തിയതായി ജെയിംസ് വെബ് ടെലിസ്കോപ്പ് വെളിപ്പെടുത്തി. ഇത് മനുഷ്യന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചിന്തിപ്പിക്കുന്നു. ഇനി ഈ സിദ്ധാന്തത്തിന്റെ എല്ലാ വശങ്ങളും ഒരു വിശാലമായ ചിത്രമായി നോക്കാം. മനുഷ്യന്റെ ബുദ്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിണാമവേഗ, രക്തഗ്രൂപ്പ്, പുരാതന നിർമ്മാണങ്ങൾ, ജനിതക അപാകതകൾ എന്നിവ ഒരു അന്യഗ്രഹ ഉത്ഭവത്തിന്റെ കഥ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ശാസ്ത്രവും സ്വപ്നങ്ങളും ഒന്നായി മാറുന്നു. എന്നാൽ എതിരായ വാദങ്ങളും ശക്തമാണ്. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മനുഷ്യൻ ഭൂമിയുടെ മണ്ണിൽ തന്നെ പരിണമിച്ചതാണ് എന്നാണ്. ഹോമോ ഹാബിലിസിന്റെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ, ഹോമോ എറക്ടസിന്റെ തീയുടെ ഉപയോഗം, ഹോമോ സാപിയൻസിന്റെ ഗുഹാചിത്രങ്ങൾ എന്നിവ മനുഷ്യന്റെ ഭൂമിയിലെ യാത്രയെ വരച്ചുകാട്ടുന്നു. നടുവേദനയും സൂര്യാഘാതവും ശരീരത്തിന്റെ പരിണാമപരമായ പരിമിതികളാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. എന്നാൽ ഈ വിശദീകരണങ്ങൾ പൂർണ്ണമായി ഈ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്നില്ല.
പാൻസ്പെർമിയ, ഡയറക്റ്റഡ് പാൻസ്പെർമിയ, ട്രാൻസ്പെർമിയ, എക്വാട്ടിക് ഏപ്പ്, സ്റ്റോൺഡ് ഏപ്പ്, സൂ ഹൈപ്പോതസിസ്, സിമുലേഷൻ ഹൈപ്പോതസിസ്, ജങ്ക് DNA, റെയർ എർത്ത്, ഹോളോഗ്രാഫിക് യൂണിവേഴ്സ്, ജനിതക ബോട്ടിൽനെക്ക്, കോസ്മിക് എവല്യൂഷൻ എന്നിവ ഈ ആശയത്തിന്റെ ചിറകുകൾക്ക് ശക്തി പകരുന്നു. ALH 84001, ഓമുവാമുവ, ഫോബോസ് മോണോലിത്ത്, റോസ്വെൽ, 2023 UAP റിപ്പോർട്ടുകൾ, സ്റ്റോൺ സ്ഫിയേഴ്സ്, ടള്ളിഫിഷർ അപാകതകൾ, ക്ലർക്സ്ഡോർപ്പ് സ്ഫിയേഴ്സ്, വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ്, ടാബിയുടെ നക്ഷത്രം, 2024 എക്സോപ്ലാനറ്റ് ജൈവസൂചനകൾ എന്നിവ ഈ സാധ്യതയെ തിളക്കമുള്ളതാക്കുന്നു. ഈ സിദ്ധാന്തം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യന്റെ ഉത്ഭവം ഭൂമിയുടെ മണ്ണിൽ തുടങ്ങിയതാണോ അതോ നക്ഷത്രങ്ങളുടെ ലോകത്തു നിന്ന് ആരംഭിച്ചതാണോ എന്ന ചോദ്യം അനന്തമായ ഒരു അന്വേഷണമായി അവശേഷിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ തെളിയുമ്പോൾ പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ മനുഷ്യന്റെ സ്ഥാനം എത്ര അത്ഭുതകരമാണെന്ന് ഹൃദയം തിരിച്ചറിയുന്നു.